ചണ്ഡീഗഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം അസാധാരണ വിടവാങ്ങൽ നടക്കുകയാണ് അവിടെ. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്കാദ്യം. ആറ് പതിറ്റാണ്ട് രാജ്യത്തിൻ്റെ ആകാശം കാത്തിരുന്ന ആകാശ ഭടന്മാരായിരുന്ന MiG-21 വിമാനങ്ങൾ വ്യോമസേനയിൽ നിന്ന് വിരമിക്കുകയാണ്. വിരമിക്കൽ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സേനാ മേധാവിമാരും ഒക്കെ ചണ്ഡീഗഡിൽ ഉണ്ട്. നേരത്തെയും കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. വീരോചിതമായ വിടവാങ്ങലാണ് MiG-21 നൽകുന്നതും. രാജ്യത്തിന് ഏറെ അഭിമാനിക്കാം MiG-21 ഓർത്ത്. നിരവധി കഥകളും പറയാനുണ്ട് ഈ യുദ്ധ വിമാനത്തിന്. ഭാരതത്തിലേക്ക് MiG-21 ആദ്യമായി എത്തിയത് 1963-ലാണ്. 2 വർഷം ഭാരതത്തിലേക്ക് എത്തി 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. MiG-21 യുദ്ധ വിമാനങ്ങൾക്ക് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം 1965-ൽ പാകിസ്ഥാന് കനത്ത നാശം സൃഷ്ടിച്ചത് MiG-21 എന്നത് നമുക്ക് ഓർത്തെടുക്കാം. അവിടെ തുടങ്ങുന്നു പോരാട്ട ചരിത്രം. എസ് നന്ദഗോപൻ കൂടി ചേരുന്നു. നന്ദൻ, ഈ വിരമിക്കൽ ചടങ്ങ് ഇതുമായി ബന്ധപ്പെട്ട് MiG-21 വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എയർ മാർഷൽ AP സിംഗ് അദ്ദേഹം തന്നെ ഒരു MiG-21 എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ചെയ്ത് ഈ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. തുടർന്ന് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയറോബാറ്റിക് ടീമിന്റെ ശീതീകരൺ ടീമിന്റെ ചണ്ഡീഗഡിൽ നടക്കുകയാണ്. ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതായത് ഈ സൂര്യകിരൺ ടീമിന്റെ കൂടാതെ തന്നെ മറ്റ് വിവിധ പരിപാടികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ MiG-21 ഡീകമ്മീഷനിങ് അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രമുഖർ ഈ ചടങ്ങിന്റെ ഭാഗമാകുവാൻ വേണ്ടി ചണ്ഡീഗഡിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ MiG-21 എയർക്രാഫ്റ്റിന്റെ ഓപ്പറേഷണൽ ലാൻഡിംഗ് അവസാന ഓപ്പറേഷണൽ ലാൻഡിംഗ് ഇപ്പോൾ ചണ്ഡീഗഡിൽ കഴിഞ്ഞിരിക്കുകയാണ്. 3 MiG-21 എയർക്രാഫ്റ്റുകൾ പിന്നാലെയായി വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടാണ് ഈ അവസാന ഓപ്പറേഷണൽ ലാൻഡിംഗ് കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമാനങ്ങൾ അതായത് തേജസ് അടക്കമുള്ള വിമാനങ്ങൾ ഈ MiG-21 വിമാനങ്ങൾക്ക് പിറകെ പറന്നുകൊണ്ട് ഒരു സന്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. MiG-21 വിമാനങ്ങൾ പുതുതലമുറയ്ക്ക് വേണ്ടി തേജസ് അടക്കമുള്ള പുതിയ തലമുറ എയർക്രാഫ്റ്റ് കൈമാറുന്നു എന്നുള്ള സന്ദേശമാണ് പ്രധാനമായും നൽകിയത്. അങ്ങനെയുള്ള ഒരു എയർ ഷോ കൂടി ഈ ചണ്ഡീഗഡിൽ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബാൻഡ് ടീം സംഘടിപ്പിക്കുന്ന പ്രത്യേക പ്രദർശനവും ഈ ചണ്ഡീഗഡിൽ ഇതിന്റെ ഭാഗമായി നടന്നു. അതായത് കഴിഞ്ഞ 63 വർഷമായി ഭാരതത്തിന്റെ വ്യോമസേനയുടെ ഭാഗമായിരുന്ന MiG-21 വിമാനങ്ങൾ ഇന്നു മുതൽ ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. 1963-ലാണ് ആദ്യമായി MiG-21 വിമാനം ഭാരതത്തിന്റെ ഭാഗമാകുന്നത്. പിന്നീട് ഭാരതത്തിന്റെ വ്യോമാതിർത്തി കാക്കുക എന്നതിനപ്പുറത്തേക്ക് ശത്രു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ശത്രുവിന്റെ താവളത്തിലേക്ക് ചെന്ന് കയറി അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമുണ്ടാക്കുവാൻ വേണ്ടി MiG-21 വിമാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറെ നിർണായകം. അത് പല വിമാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറെ നിർണായകം. അത് പല പാകിസ്ഥാനുമായിട്ടുള്ള 1965-ലെയും 1971-ലെയും യുദ്ധങ്ങളിൽ MiG-21 വിമാനങ്ങൾ അവരുടെ പോർക്കരുത്ത് കൃത്യമായി വിളിച്ചു ഓതിയതാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിലായി 2019-ൽ ബാലാക്കോട്ടിൽ ഭാരതം കടന്നു കയറി ആക്രമിച്ച് ബാലാക്കോട്ടിലെ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടി പോർവിമാനം ഉപയോഗിച്ചതിൽ ഏറെ നിർണായകമായ പങ്ക് വഹിച്ചതും MiG-21 വിമാനങ്ങളാണ്. കാർഗിൽ യുദ്ധത്തിലും MiG-21 വിമാനങ്ങൾ ഭാഗമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ 65-ലും 71-ലും 99-ലും ഏറ്റവും ഒടുവിൽ 2019-ലുമൊക്കെ തന്നെ ഭാരതത്തിൻ്റെ വ്യോമാതിർത്തി കാക്കുവാനും അതേപോലെ തന്നെ ശത്രു രാജ്യങ്ങൾക്ക് മേൽ ബോംബുകൾ വർഷിക്കുവാനും ഒക്കെ തന്നെ MiG-21 വിമാനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറെ നിർണായകം. അങ്ങനെ എല്ലാം കൊണ്ട്
കൊണ്ടും എല്ലാ അർത്ഥത്തിലും പ്രിയങ്കരനായിരുന്നു MiG-21 ഭാരതത്തിൻ്റെ വ്യോമസേനയ്ക്ക്. ഏതാണ്ട് 870ഓളം MiG-21 വിമാനങ്ങളാണ് ഭാരതം സ്വന്തമാക്കിയത്. മുൻ സോവിയറ്റ് യൂണിയനിലെ മിക്കോയൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോയാണ് ഈ വിമാനം പുറത്തിറക്കിയത്. മിക്കോയൻ ഗുരേവിച്ച് MiG-21 എന്നുള്ള സൂപ്പർസോണിക് വിമാനം അത് മറ്റ് രാജ്യങ്ങൾക്കും ഭാരതത്തിന് മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങൾക്കും പ്രിയങ്കരമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നീട് MiG-21 അതിൻ്റെ സാങ്കേതിക വിദ്യ ഭാരതം നേരിട്ട് റഷ്യയിൽ നിന്നും കൈപ്പറ്റി. MiG-21 വിവിധ വെർഷനുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ഹാങ്ങറിൽ, ബാംഗ്ലൂരിലുള്ള ഹാങ്ങറിൽ സ്വന്തമായി തന്നെ ഭാരതം നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് കൂടി എത്തിയിരുന്നു. പിന്നീട് MiG-21 പുതിയ വെർഷനുകൾ ഇറങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിലായി MiG-21 2000-ലാണ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഇറങ്ങിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ഏറെ നാളുകളായി വ്യോമസേനയുടെ ഓപ്പറേഷണൽ വിങ്ങിൽ നിന്നും MiG-21 വിമാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. പലതരത്തിലുള്ള സാങ്കേതിക തകരാറ് മൂലം MiG-21 വിമാനങ്ങൾ പലയിടങ്ങളിലും തകർന്നു വീഴുന്ന സംഭവമുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷണൽ വിങ്ങിൽ നിന്നും വ്യോമസേനയുടെ ഓപ്പറേഷണൽ വിങ്ങിൽ നിന്നും പൂർണ്ണമായും MiG-21 വിമാനങ്ങളെ ഒഴിവാക്കി ട്രെയിനിങ് കമാൻഡിലേക്ക് ഈ വിമാനങ്ങൾ എത്തപ്പെട്ടത്. അങ്ങനെ വ്യോമസേനയിലെത്തുന്ന പൈലറ്റുമാർക്ക് പരിശീലനത്തിനായാണ് ഈ MiG-21 വിമാനങ്ങൾ ഭാരതം ഏറ്റവും ഒടുവിലായി ഉപയോഗിച്ചിരുന്നത്. അതേസമയം തന്നെ പറക്കുന്ന ശവപ്പെട്ടി എന്നുള്ള ഒരു പേരുകൂടി MiG-21 വിമാനങ്ങൾക്ക് ഏറ്റവും ഒടുവിലായി ഭാരതത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അതിന് കാരണവും അതുതന്നെയാണ്. അതായത് നിരവധി വൈമാനികർ, പരിശീലകരായിട്ടുള്ള വൈമാനികർ ഈ MiG-21 വിമാനം തകർന്നു വീഴുന്ന വീരചരമം പ്രാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പറക്കുന്ന ശവപ്പെട്ടി എന്നുള്ള പേരുകൂടി ഈ MiG-21 വിമാനങ്ങൾ കരസ്ഥമാക്കിയത്. ഏതാണ്ട് 58,000 അടി ഉയരത്തിൽ പറന്നെത്തി മണിക്കൂറിൽ 2100 കിലോമീറ്ററിലധികം വേഗത കൈവരിച്ച് ശത്രുവിൻ്റെ താവളത്തിലേക്ക് എത്തി. കൃത്യമായി, അതാണ് MiG-21 വിമാനങ്ങളുടെ ഒരു പ്രത്യേകത, കൃത്യമായി ആയുധം തൊടുക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യം ഭേദിക്കുവാൻ വേണ്ടി MiG-21 വിമാനങ്ങൾക്ക് സാധിച്ചിരുന്നു. മാത്രമല്ല ശത്രുവിൻ്റെ റഡാറിൽ പെടുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തി ഈ പോർ വിമാനത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി ശത്രുവിനെ ഭസ്മമാക്കിക്കൊണ്ട് തിരിച്ചു മടങ്ങിയെത്തുവാൻ വേണ്ടിയുള്ള ശേഷി MiG വിമാനങ്ങളുടെ പ്രത്യേകതയായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും MiG വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. MiG-21 വിമാനങ്ങൾ പറത്തിയിരുന്ന പൈലറ്റുമാരുടെ എക്സ്പീരിയൻസും വളരെ വലുതായിരുന്നു. എന്തായാലും വിരോചിതമായ അസാധാരണമായ യാത്രയപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും എത്താം.